ഇന്ന് കുറച്ച് മത്തിയുടെ പരിഞ്ഞിലിട്ടിട്ടുണ്ട്. അപ്പോൾ പരിഞ്ഞിൽ തോരൻ വെക്കാൻ വിചാരിച്ചു. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, സവോള, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ്. അതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള ആയാലും ഒരു ഹാഫ് സവോള ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു സവോളയുടെ ഹാഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഒരു 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇച്ചിരി ഏറെ വേണം. പിന്നെ തേങ്ങ ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് ഒരു തേങ്ങയുടെ ഹാഫ് മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോളം പരിഞ്ഞിലുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി തേങ്ങ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഒത്തിരി തേങ്ങ ചേർത്താലും ഏകദേശം 1 കിലോളം ഉണ്ടല്ലോ, അപ്പം ഒത്തിരി തേങ്ങ ചേർത്തിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ഒരു ഹാഫ് മുറി തേങ്ങ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശകലം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. എനിക്ക് ഉപ്പിൻ്റെ കാര്യത്തിൽ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം നമുക്ക്. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുരുമുളക് പൊടി ഇനി പൊടി ഐറ്റംസാണ്. കുരുമുളക് പൊടി ചേർക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ നമ്മുടെ മുളക് പൊടി ഏകദേശം നല്ലപോലെ ചേർക്കണം. ഞാൻ ആദ്യമേ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. മല്ലിപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം, കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ പരിഞ്ഞിൽ ഓൾറെഡി നമ്മുടെ മസാലകൾ പിടിക്കാൻ പാടാണ്. ആദ്യം തന്നെ അതിൻ്റെ കിളുകളെന്ന് പറഞ്ഞൊരു ഇതുള്ളതുകൊണ്ട് അതിന് മസാലകൾ പിടിക്കാൻ ഒന്ന പാടാം. അപ്പം ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ആക്കി കുറച്ച് നേരം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോകുന്നത്. അതിൻ്റെ ചട്ടി വെച്ച് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മിക്സ് ആക്കി വെച്ചിരുന്ന ഇത്ര ഐറ്റംസും നമ്മൾ ചട്ടിക്കകത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ച് നല്ല പറ്റി വരുമ്പോൾ നമ്മുടെ പരിഞ്ഞി നല്ല തോരനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആയി വന്നപ്പോഴത്തേക്കും നല്ല തോരൻ പോലെ പൊടി പോലെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വേറെ വീഡിയോ ആൾ കാണാം. ബൈ.